പ്രതികൂല കാലാവസ്ഥയിലും ശബരിമലയിൽ അയ്യനെ കാണാൻ ഇന്നും ഭക്തജന തിരക്കാണ്. കാനനപാതകളിലൂടെ വീണ്ടും തീർത്ഥാടകർ എത്തിത്തുടങ്ങി. ഈ വർഷം എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4.5 ലക്ഷം ഭക്തരുടെ വർധനവാണ് ഇത്തവണ ഉണ്ടായത്. അഖിൽ പാലോട്ടുമഠം സന്നിധാനത്ത് നിന്ന് ചേരുകയാണ്. അഖിൽ, സ്വാമി ശരണം. നമുക്കറിയാം, ഇടവിട്ട് മഴ അവിടെ പെയ്യുന്നുണ്ടെങ്കിൽ പോലും, പ്രതികൂല കാലാവസ്ഥ ആണെങ്കിൽ പോലും അയ്യനെ കാണാൻ അവിടേക്ക് ആയിരങ്ങളാണ് അല്ലേ ഒഴുകിയെത്തുന്നത്? ശരണം. ശബരിമല സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഇടവേളകളിൽ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ വലിയ ശക്തമായ മഴയല്ല, ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ശബരിമല സന്നിധാനത്തും പരിസരത്തും ഒക്കെ ഉള്ളത്. പക്ഷേ ആ ചാറ്റൽ മഴകളെയും ഒക്കെ തന്നെ ഭേദിച്ചുകൊണ്ടാണ് ശ്രീധർമ്മശാസ്താവിനെ കാണുന്നതിലേക്ക് വേണ്ടി, ശബരിഗിരീശനെ കാണുന്നതിലേക്ക് വേണ്ടി ഓരോ അയ്യപ്പ ഭക്തരും ഈ ശബരിഗിര സന്നിധിയിലേക്ക് എത്തുന്നത്. നമുക്കിപ്പോൾ കാണുന്നത് പോലെ, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ, ഞാനിപ്പോൾ 18-ാം പടിക്ക് സമീപമാണ് നിൽക്കുന്നത്. അവിടെ ഭക്തജനങ്ങൾ 18 പടിയും തൊട്ടുതൊഴുക കയറി ദർശനത്തിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിസംബർ 4-ാം തീയതി, അതായത് കഴിഞ്ഞ മണ്ഡലകാലം ആരംഭിച്ച 15/11/2024 മണ്ഡലകാലത്തെ ഈ വർഷത്തെ മണ്ഡലകാലം ആരംഭിക്കുന്നത്. അന്ന് 30,657 പേരാണ് ദർശനത്തിന് എത്തിയിരുന്നത്. അത് ഒരു മാസം, ഏകദേശം ഒരു 10-19 ദിവസം പിന്നിടുന്ന സമയത്ത് ഡിസംബർ 4, ഇന്നത്തെ കണക്കനുസരിച്ച് ഇന്നലെ വരെ ഉള്ളത് 14,62,864 പേരാണ് ഇതുവരെ ദർശനം നടത്തിയത്. അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ 4 വരെ ദർശനം നടത്തിയത് 10,04,607 പേരാണ് ദർശനത്തിനെത്തിയത്. അതായത് ഇത്തവണ അധികമായി 4,58,257 അയ്യപ്പ ഭക്തർ ദർശനത്തിനായി എത്തി എന്നതാണ് കണക്ക്. അതായത് 4.5 ലക്ഷത്തോളം വരുന്ന അയ്യപ്പ ഭക്തർ ഇത്തവണ അധികമായി ശബരിമല ദർശനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് പറയേണ്ടി വരും. കാരണം മഴയുണ്ട്, ചില കാലാവസ്ഥകൾ പ്രതികൂലമായാണ് നിൽക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ട് പോലും ശബരിമല സന്നിധിയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ കാര്യത്തിൽ വലിയ വർധനവ് തന്നെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന കണക്കുകളാണ് നമ്മളുടെ PRDയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് തന്നെ. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചാൽ, അതായത് ഇന്ന് രാവിലെ 3 മണിക്കാണ് അഭിഷേകത്തോടു കൂടി ശബരിമല നട ആരംഭിച്ചത്. അതിൽ 9 മണി വരെയുള്ള കണക്കനുസരിച്ചാണെങ്കിൽ 31,717 അയ്യപ്പ ഭക്തരാണ് ശബരിമല ദർശനത്തിലേക്കായി എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇടവേളകളിലാണ്, പക്ഷെ അങ്ങനെ കൂട്ടത്തോടെ വരുന്ന ഭക്തജന തിരക്കില്ല. എന്നാലും ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മഴയും ഒക്കെ തന്നെ ഭേദിച്ചുകൊണ്ടുള്ള ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ദേവിക. എന്തായാലും ശബരിമല സന്നിധാനത്തേക്കുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് അതീവ ഭക്തി നിർഭരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മഴയെ തുടർന്ന് കാനനപാത അടച്ചിരുന്നത്. ഇന്നലെ മുതൽ കാനനപാതയുടെ കൂടെ അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്ന ഇത് ആരംഭിച്ചിരുന്നു. ഇന്നലെ കടത്തിവിടുന്ന സമയം മുതൽക്ക് തന്നെ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ കാനനപാത വഴിയും ശബരിമല സന്നിധിയിലേക്ക് എത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നും പരമ്പരാഗതമായ കാനനപാതയിലൂടെയും എരുമേലി വഴിയും പുൽമേട് വഴിയും ഒക്കെ അയ്യപ്പ ഭക്തർ ശ്രീ ശബരീശന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ് ദേവിക. അഖിലേ, ശബരിമല റോപ്പ് വേ പദ്ധതി ജനുവരിയിൽ തറക്കല്ലിടുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ നിർമ്മാണം തുടങ്ങിയാൽ 18 മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും, പമ്പ ഹിൽ ടോപ്പ് മുതൽ സന്നിധാനത്ത് പോലീസ് ബാരിക്കേഡ് വരെയാണ് ഇത് നിർമ്മിക്കുക എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ടല്ലേ? വർഷങ്ങളായിട്ടാണ് ഈ ശബരിമല റോപ്പ് പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചത്. അത് കാലഘട്ടത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, ഒരു കാനനവാസനായ അയ്യപ്പസ്വാമിയാണ്. അപ്പോൾ അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ചില ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ വനം വകുപ്പും റവന്യൂ വകുപ്പും ദേവസ്വവും ഒക്കെ തന്നെ പലതവണ ചർച്ച ചെയ്യും. പക്ഷേ ഇത്തവണ റോപ്പ് പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് ദേവസ്വം ബോർഡ് എടുക്കുന്നത്. നിർമ്മാണം ആരംഭിക്കാൻ ജനുവരിയോടുകൂടി തന്നെ അതിൻ്റെ തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണം എന്ന് തന്നെയാണ്
ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളോട് തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത് 18 മാസം കൊണ്ട്, അതായത് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു 18 മാസം കൊണ്ട് പമ്പയുടെ ഹോട്ട്കിൽ നിന്നും തുടങ്ങുന്ന റോപ്പേ പദ്ധതി, അതായത് സന്നിധാനത്തെ പോലീസിന്റെ ബാരിക്കേഡ് വരെയുള്ള ഈ റോപ്പേ പദ്ധതിക്ക് നിർമ്മാണം ആരംഭിച്ചു 18 മാസത്തിനുള്ളിൽ തന്നെ അത് പൂർത്തീകരിച്ച അയ്യപ്പ ഭക്തർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ശബരിമലയുമായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ചില ബുദ്ധിമുട്ടുകൾ, ശബരിമല കയറി വരുന്ന കരിമലയും നീലിമലയും അപ്പാച്ചിമേടും മരക്കൂട്ടവും എല്ലാം താണ്ടി കയറി വരുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസമാണ് ട്രോളി സമരം അടക്കം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെയെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് പരിഹരിക്കുക എന്നുള്ളത് കൂടിയുണ്ട് ഈ റോപ്പേ പദ്ധതിയുടെ ഭാഗമായുള്ള ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ. എന്തായാലും ആ പദ്ധതിക്കും കൂടി പുതുജീവൻ വെക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും ദേവിക.